അടിപൊളി സ്ഥലമല്ലേ? ആ നമ്മുടെ മാപ്പിൽ ഇത് കണ്ടില്ലല്ലോ. അടിപൊളി. നിൽക്ക്, എവിടെയാ പോകുന്നേ? അല്ല, ഞങ്ങൾ ഈ പുഴ കാണാൻ വന്നതാ. ഈ ഭാഗത്ത് ഇങ്ങനെ ആരും വരാറില്ല. നിങ്ങൾക്ക് ഈ സ്ഥലത്തെ പറ്റി അറിയില്ലേ? എന്ത് പറ്റി? ഇത് നിരോധിത മേഖല വല്ലതും ആണോ? നല്ലതുപോലെ അന്വേഷിച്ചിട്ട് വന്നൂടെ? സാരമില്ല, അധിക സമയം ഇവിടെ നിൽക്കണ്ട, മടങ്ങിപ്പോയ്ക്കോ. ഇതുവരെ വന്നിട്ട് ഇറങ്ങാതെ പോയാൽ എങ്ങനെ? അകലെ നോക്കിട്ട് പോകുന്നോണ്ട് കുഴപ്പമുണ്ടോ? നദിയുടെ അടുത്തേക്ക് പോയാൽ ഇറങ്ങാൻ തോന്നും, പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾ ആരാ? ഇവിടെ എന്താ പ്രശ്നം? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ പറയാം, പക്ഷെ അങ്ങോട്ട് പോകരുത്. 8 വർഷം മുമ്പ് ഞാനിന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങുക. ഈ ഡ്രസ്സിൽ ഞാനെങ്ങനെ സുന്ദരിയല്ലേ? ഇനി അല്ലെങ്കിലും എനിക്കിനി മുതൽ ഈ വേഷം തന്നെ മതി. ഇനി എന്റെ വീട്ടുകാരുടെ മനസ്സുകൂടെ ഒന്ന് മാറ്റിത്തരണേ ഭഗവാനെ. ദൈവമേ, എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. നീ തന്നെ രക്ഷ. ഇദ്ദേഹം വരുന്നുണ്ട്. ഇന്നലെ വരെ വീട്ടിന്റെ അകത്തായിരുന്നു. ഇന്ന് പരസ്യമായിട്ട് എടുത്തൊരുങ്ങിയിരിക്കുക ഓണം കൊടുക്കാനായിട്ട്. അടിയടച്ച് കുളിക്കാൻ പറ്റണം ഈ ആശ്രീകരത്തിന്. നിക്കവിടെ. പാവം ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചാ നിങ്ങൾ ഒന്നും എന്നെ മനസ്സിലാക്കത്തില്ല. മതിയാടാ നിന്റെ പ്രസംഗം. മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. നിനക്കുള്ളത് പോലെ അവകാശം ഈ വീട്ടിൽ എനിക്കുമുണ്ട്. നീ ആരാ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാ? എടാ, നീ ആവശ്യമൊന്നും കാണിക്കണ്ട. നാട്ടിൽ ഇറങ്ങിയ നാണക്കേടാണ്. നമുക്ക് വഴിയുണ്ടാക്കാം. അമ്മയില്ലാത്ത ദുഃഖം ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനോട് തന്നെ നിനക്ക് വേണമായിരുന്നു. ഞാൻ എന്റെ യശോദയോട് എന്ത് പറയും? 10 വർഷമായി അവൾ ആഗ്രഹിച്ചതാണ്, അവളുടെ മോൾക്ക് വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്ന് ജനിച്ചു പോയല്ലോ. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കോവിഡ് വെച്ച് കൊല്ലാമായിരുന്നു. ആളുകളുടെ കളിയാക്കൽ കാരണം പുറത്തിറങ്ങാൻ വയ്യ. വീടിന്റെ അകത്ത് മാത്രമേ ഉണ്ടാവുന്ന കരുതിയത്. ഇപ്പൊ പരസ്യമായിട്ട് അവൻ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാവ അച്ഛൻ. അച്ഛന് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ ഒരു വഴി? ഇറക്കി വിട്ടാല അങ്ങനൊന്നും അവൻ പോവില്ല. അവന് സ്വത്തിന്റെ ഭാഗം കിട്ടിയാലേ അവൻ പോകത്തുള്ളൂ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് സമ്മതിക്കത്തില്ല. അതിന് അവൻ ജീവനോട് ഇല്ലാതിരുന്നാ പോരെ? എടാ, ഇത് യവൻ വിട്ടേക്ക്, യവൻ കൈകാര്യം ചെയ്തോളും.
നിനക്കവൻ അറിയില്ല. നീ 2 അടി എടുത്തു വിട്ടാലൊന്നും അവൻ പോകത്തില്ല. 3ന്റെ അന്ന് അവനിങ്ങ് തിരിച്ചു വരും. തിരിച്ചു വന്നില്ലെങ്കിലോ? നീ എന്താ ഉദ്ദേശിച്ചത്? എന്തായാലും അവൻ നന്നാവും തോന്നുന്നില്ല. കേസിന് പോയാ ആ പകുതി സ്വത്തും വാങ്ങിച്ച് അവനങ്ങ് പോവും. നിന്റെ മാനവും പോവും, സ്വത്തും പോവും. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? കാര്യങ്ങൾ എനിക്ക് വിട്ടു തന്നാൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ മാനമാ വലുത്. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് മാറാനൊരു ഉദ്ദേശമില്ലേ? ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ. എനിക്കിനി പഴയതുപോലാകാൻ പറ്റാൻ തോന്നുന്നില്ല. ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറയണം. എനിക്ക് വേറൊരു ഭാഗത്തെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. പറ്റണം. നിനക്കൊരു ജീവൻ തരാൻ എനിക്ക് എന്തായാലും കഴിയില്ല. നിനക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലേ? 10 വർഷമല്ലേ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാൽ അത് നിന്നെ ഞാൻ ചതിക്കുന്നതിന് തുല്യമല്ലേ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്നോട് നീ ക്ഷമിക്കണം. നീ എന്നെ വെറുക്കരുത്. നേരം കുറേ ആയല്ലേ? എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എടാ, ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ട്, എന്തെല്ലാം തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ പെൺവേഷം കിട്ടുന്നത് നീയായിരുന്നു. പക്ഷെ ഇന്നത്തെ നിന്റെ ഈ വേഷം കാണുമ്പോഴേ തമാശയ്ക്കൊപ്പം കൗതുകവും തോന്നുന്നുണ്ട്. എന്നാൽ എനിക്കിത് തമാശയെ തോന്നുന്നില്ല. ഇതെന്റെ ജീവിതമാണ്. ചേട്ടനും അമ്മാവനും കൂടെ എന്റെ മനസ്സ് മാറ്റാൻ നിന്നെ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? നീ മാറില്ലെന്ന് അവർക്ക് നേരത്തെ നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് നീ ഇത്രയും സുന്ദരിയായത് എങ്ങനെയെന്നാ. അപ്പൊ നിന്നെ ഈ വേഷത്തിൽ കണ്ട ആരായാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും. എന്തായാലും എനിക്കിഷ്ടമായി. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷെ നീ എന്റെ അടുത്തൊന്ന് സഹകരിക്കണം. നീ എന്താണ് വിചാരിച്ചത്? നിന്നെ ഇവിടെ തീർത്താലും ഒരു പട്ടികളും ചോദിക്കാൻ വരില്ല. നിന്നെ തീർക്കാൻ അവരാടാ പറഞ്ഞത്. പക്ഷെ നിന്നെ ഒന്ന് പെരുമാറാതെ എങ്ങനെ പറഞ്ഞയക്കും? എടാ, ഞാൻ ഇവിടെ എത്തി. സാധനം കിട്ടിയ ഉടനെ വിളിക്കാം. ഞാൻ നിന്നെ വിളിക്കാം. ഇവിടെ കളയാം. അതാവുമ്പോ ആരും അറിയില്ല.
ഞാൻ അത് മറന്നു.